നമസ്കാരം. പ്രധാന വാർത്തകൾ. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ബ്ലേഡ് കൊണ്ടുവന്നത് SFIക്കാർ തന്നെയെന്ന് പോലീസ്. തെളിവായി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ബ്ലേഡ് കൊണ്ടുവന്ന പ്രവർത്തകനെയും തിരിച്ചറിഞ്ഞു. നേതാക്കളടക്കം 10 പേർക്കെതിരെ കേസെടുത്തു. വിശദാംശങ്ങൾ CG അരുൺ സിംഗ് നൽകും. അരുൺ സിംഗ്, എന്താണ് ഈ നടക്കുന്നത്? പോലീസുകാർ ബ്ലേഡ് കൊണ്ടുവന്ന് SFIക്കാരെ ആക്രമിച്ചു എന്ന് CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ വരെ ഇന്നലെ വന്ന് ആരോപിച്ചതാണ്. എന്നിട്ടിപ്പോൾ എന്താണ് വ്യക്തമാകുന്നത്? നീ ഒറ്റൊരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. ഷാനി, ബ്ലേഡ് കൊണ്ടുവന്നത് SFI ആണ് എന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു. അവര് ഇന്ന് തന്നെ ആ കൊണ്ടുവന്നയാളെ അറസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇന്നലെ ആ സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്ന സമയത്താണ് ഈ അടിപിടി അല്ലെങ്കിൽ ലാത്തിചാർജ് ഒക്കെ നടക്കുന്നതിനിടയിലാണ് ഈ ബ്ലേഡ് കൂട്ടത്തോടെ നിലത്ത് കിടക്കുന്നത് കണ്ടത്. അത് പിന്നെ എപ്പോഴത്തെ പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചുള്ളൂ. അതായത് 6-7 ബ്ലേഡുകളുണ്ട്. പൂർണ്ണ അതുപോലുള്ള കവറിൽ നിന്നല്ല, അല്ലാതെ തന്നെ കിടക്കുന്നതാണ്. അതാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ആ സമയത്താണ് പെട്ടെന്ന് SFI അവിടെ മുഹമ്മദ് റിയാസ് അടക്കമുള്ള MLA-മാരടക്കം എത്തിയത്. അവര് മാറ്റിയത്. ഞങ്ങളല്ല കൊണ്ടുവന്നത്, പോലീസാണ് കൊണ്ടുവന്നത്. എന്തൊക്കെയായാലും നമ്മൾ ഒരേ വർഗമല്ലേ? കണ്ടോ അണ്ണന്റെ ഒരു വർഗബോധം. കള്ളൻ. പോലീസ് SFIക്കാരെ ബ്ലേഡ് കൊണ്ട് ആക്രമിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ടും അതിനകത്ത് പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കൊണ്ടുവന്നത് SFIക്കാർ തന്നെയാണ് എന്ന് അവിടെ എടുത്ത ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത്. പോലീസിന്റെ FIR-ൽ തന്നെ അത് എഴുതിയിട്ടുമുണ്ട്. പക്ഷേ FIR-ൽ ഏതെങ്കിലും തരത്തിൽ പോലീസിനെ ആക്രമിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നില്ല. പകരം ഈ ബാരിക്കേഡ് കെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്ന വടമുണ്ട്. ആ വടം ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് അറുത്ത് മുറിച്ച് സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടന്നു, അല്ലെങ്കിൽ പോലീസിന്റെ വലയം ഭേദിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഈ ബ്ലേഡ് കൊണ്ടുവന്നതിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് പോലീസിന്റെ FIR-ൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അഭ്യാസം എടുത്തോണ്ടല്ല കളിക്കല്ലേ. എന്തായാലും SFIക്കാരെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്തിട്ടുണ്ട്. വെറും SFIക്കാരല്ല, സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയുമായിട്ടുള്ള ശിവപ്രസാദും സഞ്ജീവും അടക്കം ആയിട്ടുള്ള ആൾക്കാരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ശിവപ്രസാദാണ് 1ാമത്തെ പ്രതി, സഞ്ജീവാണ് 2ാമത്തെ പ്രതി. ഈ ബ്ലേഡ് കൊണ്ടുവന്ന് ഇവരല്ല, അത് ജില്ലയിലുള്ള ഒരു ആളാണെന്നാണ് പറയുന്നത്. പേരിപ്പം പുറത്തുവിടുന്നില്ല. ഇന്ന് അയാളെ അറസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. എന്തായാലും ഇതിനെന്താണ് ഇനി CPM നേതാക്കളും SFIയും മറുപടി പറയുക എന്നുള്ളത് കൂടി അറിയാൻ നമുക്ക് കാത്തിരിക്കാം. ഷാനി, നമ്പീശമാമൻ മോനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാമൻ അങ്ങോട്ട് വന്ന് തരണോ അതോ മോൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കുന്നോ? സമീപകാലത്ത് തന്നെ ഇതുപോലുള്ള ആരോപണങ്ങളിൽ പിന്നീട് പ്രതിരോധത്തിലാകുന്ന ഒരു പ്രശ്നമുണ്ട്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലൊക്കെ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയമായി CPMനെ എങ്ങനെ ബാധിക്കും? CPMന് അല്ലെങ്കിൽ SFIക്ക് വലിയ നാണക്കേടാകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടത്. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്? ഇവനല്ലേ ഇതൊന്നും കൊണ്ടത്? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.